നമ്മുടെ കോട്ടയത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുവാണോ നിങ്ങൾ? ഞാനൊരെണ്ണം പരിചയപ്പെടുത്താം. എനിക്കറിയില്ലായിരുന്നു കേട്ടോ കോട്ടയത്ത് ഇത്രയും നല്ല റെസ്റ്റോറൻ്റ് ഉള്ള കാര്യം. ഞാൻ പിന്നെ വല്ലപ്പോഴുമാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഞാനിതൊക്കെ അറിയാതെ പോയത്. നമ്മൾ വീക്കെൻഡ്സിലൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് പുറമേ നിന്ന് കണ്ടിട്ടുണ്ട്. ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറണം എന്ന് വിചാരിക്കും, പക്ഷേ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ വന്നതും ഇവിടേക്കായിട്ടല്ല കേട്ടോ. നമ്മളിവിടെ ഫർസി ഇല്ലേ, അവിടേക്ക് വരണം എന്ന് വിചാരിച്ചാൽ വന്ന്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ട് അവിടുത്തെ മന്തി സൂപ്പറാ, ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടേക്കായിട്ട് വന്നതാണ്, പക്ഷേ അതിന്ന് ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടേക്ക് വന്നതാണ്. വന്നത് എന്തായാലും വർത്തായിരുന്നു. അവിടുത്തെ ഫുഡാണെങ്കിലും അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളിവിടെ പോയ ദിവസം ബക്രീദിൻ്റെ അന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏരിയയിലുള്ള എല്ലാ ഹോട്ടൽസും അവധിയായിരുന്നു. അത് കാരണം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കാണെങ്കിലും നമുക്ക് സീറ്റ് കിട്ടാനായിട്ട് ബോറടിച്ച് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊരു ചേട്ടൻ പാടുന്നത്, അതൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാം. പിന്നെ നമ്മൾ എത്തിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പം, ബീഫ് കൂർക്ക റോസ്റ്റോ, അങ്ങനെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഫ്രൈഡ് റൈസ്, ചെമ്മീൻ ചോറ്, ബട്ടർ ചിക്കൻ, പെപ്പർ ചിക്കൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ചെമ്മീൻ ചോറ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.